വന്യമൃഗശല്യം ഉൾപ്പെടെ രൂക്ഷമായ കോഴിക്കോട്ടെ കിഴക്കൻ മലയോര മേഖലയായ മുക്കം നഗരസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആര് ജയിച്ചു കയറുമെന്ന് പറയാനാകില്ല. വെൽഫെയർ പാർട്ടി, BJP ഇവരെല്ലാം നേടുന്ന ചെറിയ വിജയം പോലും ഇടതുപക്ഷത്തിന്റെയും UDFന്റെയും സാധ്യതകളെ സ്വാധീനിക്കും. മുക്കം നഗരസഭാ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം എങ്ങനെയാണെന്ന് നോക്കാം. മലയോര കർഷകർക്ക് വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങളുള്ള നഗരസഭയാണ് കോഴിക്കോട് മുക്കം നഗരസഭ. വെൽഫെയർ പാർട്ടി, BJP എന്നിവർ നേടുന്ന സീറ്റുകളും മുക്കം നഗരസഭ ആരു ഭരിക്കും എന്നതിൽ നിർണായകമാകും. LDF നല്ല ഭരണമല്ലേ? അതൊരു ഉറപ്പും പറയാൻ പറ്റാത്ത കളിയാണ്. അത് ഈക്വലായിട്ട് അല്ലെങ്കിൽ ഒന്നെങ്കിൽ CPM ഉണ്ടാവും, അല്ലെ കോൺഗ്രസ് ലീഗ് രണ്ടും പാടായിരിക്കും. ആദ്യം വരെ ഈ റോഡും കാര്യങ്ങളും നന്നാക്കണം, എന്നിട്ടല്ല ബാക്കി കാര്യങ്ങൾ. വിമതന്റെ ഇതോട് കൂടിയിട്ടാണ് CPM ഭരിച്ചത്. കാഴ്ചപ്പാടിൽ രണ്ടും ഡ്രോ ആയി നിൽക്കേണ്ട ചാൻസിലേക്കാണ്. 2015 നഗരസഭാ രൂപീകരണ സമയത്ത് തന്നെ വെൽഫെയർ പാർട്ടിയുമായുള്ള ഇടതുപക്ഷത്തിന്റെ ബാന്ധവത്തെ ചൊല്ലി വാർത്തകളിൽ ഇടം പിടിച്ച നഗരസഭയാണ് മുക്കം നഗരസഭ. 2015 LDF 18 സീറ്റ് നേടിയപ്പോൾ UDF 11, വെൽഫെയർ പാർട്ടി 3 എന്നിങ്ങനെയായിരുന്നു നില. വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയിൽ നഗരസഭ ഇടതുപക്ഷം ഭരിച്ചപ്പോൾ UDFന് പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നു. 2020 ആകെ 33 സീറ്റിൽ 15 സീറ്റ് CPM നേടി. UDF 12, വെൽഫെയർ പാർട്ടി 3, BJP 2, ഒരു സ്വതന്ത്രൻ എന്നിങ്ങനെ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥയായിരുന്നു. ലീഗ് വിമതനായ സ്വതന്ത്രന്റെ പിന്തുണയോടെ രണ്ടാം തവണയും ഇടതുപക്ഷം തന്നെ ഭരിച്ചു. വികസന തുടർച്ചയ്ക്ക് വോട്ട് ചോദിക്കുന്ന ഇടതുപക്ഷം വെൽഫെയർ പാർട്ടിയുമായുള്ള കൂട്ടുകെട്ട് ഇനിയില്ലെന്ന നയം വ്യക്തമാക്കുന്നുണ്ട്. വെൽഫെയർ പാർട്ടിയുമായിട്ട് നമ്മൾ യാതൊരു ബന്ധവുമില്ല. ഇപ്പോൾ അത് സംസ്ഥാന അടിസ്ഥാനത്തിൽ തന്നെ പാർട്ടിയുടെ തീരുമാനം തന്നെ ഉണ്ട്. അവരുമായിട്ട് യാതൊരു ബന്ധവും സ്ഥാപിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഉദ്ദേശിക്കുന്നില്ല. അതിനെ പാർട്ടി തീരുമാനം. അവർക്കെതിരെയുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പം നടന്നു വരുന്നത്. അവരുടെ കേന്ദ്രങ്ങളിൽ ഇടതുപക്ഷം എപ്പോഴും സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്. ഈ ഭരണകാലയളവിൽ 2 തവണ UDF അവിശ്വാസം കൊണ്ടുവന്നെങ്കിലും മുക്കത്ത് LDF അതിജീവിച്ചു. വന്യമൃഗശല്യത്താൽ വലയുന്ന കർഷകർ, അടിസ്ഥാന വികസന പ്രവർത്തനങ്ങളുടെ കുറവ് എന്നിവയെല്ലാമാണ് UDFന്റെ പ്രചരണായുധം. അതേസമയം ചുണ്ടിനും കപ്പിനുമിടയിൽ 2 തവണ ഭരണം നഷ്ടപ്പെട്ട UDF വെൽഫെയർ പാർട്ടിയുടെ സഹായം ലഭിച്ചാൽ സ്വീകരിക്കാനുള്ള തീരുമാനത്തിലാണ്. 2015 LDFനോടൊപ്പം നിന്ന് മത്സരിക്കുകയും അവർ വലിയ മാല ഇട്ടുകൊണ്ട് ഈ അങ്ങാടിയിലൊക്കെ പ്രകടനം നടത്തി UDFനെ ചീത്ത പറഞ്ഞ പാർട്ടിയാണ്. എന്നാൽ അവർ പിന്നീട് LDFന്റെ തെറ്റായ നയം മനസ്സിലാക്കിക്കൊണ്ട് അവർ കഴിഞ്ഞ തവണ UDFനെ പുറത്തുനിന്ന് പിന്താങ്ങിയിട്ടുണ്ട്. അതൊരു സത്യമാണ്. UDFനെ പുറത്തുനിന്ന് പിന്താങ്ങിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഭരണമില്ലാത്ത ഞങ്ങൾക്ക് അവരുടെ പിന്തുണ ആവശ്യമുണ്ട്. കാരണം ഇവിടുത്തെ ഭരണത്തിൽ നടക്കുന്ന വൈകല്യങ്ങൾ കൃത്യമായി തുറന്നു കാണിക്കുവാൻ അവരുടെ കൂടി സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവരെ ഞങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഇരുവഴിഞ്ഞിപ്പുഴയിലെ നിഗൂഢമായ ചുഴികൾ പോലെയാണ് മുക്കം നഗരസഭയിലെ ജനങ്ങളുടെ മനസ്സും. തെരഞ്ഞെടുപ്പിന് ശേഷവും ആർക്കും ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥ വന്നാൽ എന്തൊക്കെ കരുനീക്കങ്ങൾ നടക്കുമെന്നത് പ്രവചനാതീതം. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.